let us continue. Dou f by dou x equal to chain rule apply ചെയ്താൽ dou f by dou u into dou u by dou x പ്ലസ് അടുത്ത വേരിയബിൾ വി ആണ്. dou f by dou v into dou v by dou x പ്ലസ് dou f by dou w into dou w by dou x എന്ന് വരും. ചെയിൻ റൂള് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. dou f by dou x-ൻ്റെ വാല്യൂ ആണ്. ഈക്വൽ ടു എഫ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് dou f by dou u എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. dou f by dou u അങ്ങനെ തന്നെ ഇൻറ്റു u എന്നുള്ളത് രണ്ട് എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ അതിൻ്റെ എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇൻറ്റു 1 വരും. യുവിൻ്റെ വാല്യൂ 1 പ്ലസ് വി dou f by dou v, സെക്കൻഡ് ടൈം dou f by dou v ഇൻറ്റു രണ്ടാമത്തെ ടൈമിൽ വിത്ത് റെസ്പെക്റ്റ് എക്സ് ആണ് എടുക്കേണ്ടത്. അവിടെ നമുക്ക് y മൈനസ് ഇസഡ് എന്നേ ഉള്ളൂ. അവിടെ എക്സിൻ്റെ ടൈം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ടൈം dou v by dou x-ൻ്റെ വാല്യൂ 0 എന്നേ വരുള്ളൂ. കാരണം വിക്കകത്ത് എക്സ് ഇല്ല. v is equal to y മൈനസ് ഇസഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് 0 വരും. പ്ലസ് dou f by dou w അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. ഇൻറ്റു dou w by dou x ആണ്. ഡബ്ല്യുവിൻ്റെ വാല്യൂ w is equal to z മൈനസ് എക്സ് ആണ്. അതുകൊണ്ട് അത് എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇസഡിൻ്റെ 0യും എക്സിൻ്റേത് 1 വരും. അപ്പോൾ -1 വരും. അപ്പോൾ നമുക്ക് കിട്ടിയത് dou f by dou u ഇൻറ്റു 1 പ്ലസ് dou f by dou v ഇൻറ്റു 0. അടുത്തത് dou f by dou w ഇൻറ്റു -1 കിട്ടും. അപ്പോൾ നടുക്കത്തെ ടൈം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് dou f by dou u മാത്രം. അടുത്തത് മൈനസ് dou f by dou w. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇതേ രീതിയിൽ dou f by dou y-യുടെ ഫോർമുല എഴുതുക. dou f by dou y ഈസ് ഈക്വൽ ടു dou f by dou u ഇൻറ്റു dou u by dou y പ്ലസ് dou f by dou v ഇൻറ്റു dou v by dou y പ്ലസ് dou f by dou w ഇൻറ്റു dou w by dou y എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുതിയ ഫോർമുലയിൽ എക്സിന് പകരം y എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യണം. ഇനി അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dou f by dou u ഇൻറ്റു dou u by dou y എന്നാണ് വരണ്ടേ. അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് u ഈസ് ഈക്വൽ എക്സ് മൈനസ് വൈ ആണ്. u ഈക്വൽ എക്സ് മൈനസ് വൈ ആകുമ്പോഴത്തേക്കും അവിടെ എക്സിൻ്റേത് 0വും വൈയുടെ -1 വരും. അപ്പോൾ dou f by dou u ഇൻറ്റു -1 എന്ന് വരും. പ്ലസ് രണ്ടാമത്തെ ടൈമിൽ dou f by dou v ഇൻറ്റു dou f by dou v ഇൻറ്റു dou v by dou y ആവട്ടെ. dou v by dou y എന്നുള്ളത് v എന്നുള്ളത് y മൈനസ് ഇസഡ് ആണ്. അപ്പോൾ അതിൽ വൈയിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 - 0 എന്ന് വരും. ഇൻറ്റു 1 വരും. ഇൻറ്റു 1. അടുത്ത ടൈമിൽ വരുമ്പോൾ dou f by dou w ഇൻറ്റു dou w by dou y എന്ന് വരുന്നത്. dou w by dou y-യുടെ വാല്യൂ 0 ആണ്. കാരണം ഡബ്ല്യുവിൻ്റെ വാല്യൂ w ഈസ് ഈക്വൽ ടു z മൈനസ് എക്സ് എന്നാണ്. z മൈനസ് എക്സ് ആകുമ്പോൾ അതിനകത്ത് വൈയുടെ ടൈമില്ല, അതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. അപ്പോൾ ഒരു -1 ഒരു 1 വരുന്ന ടൈമാണ്. അത് രണ്ടോടെ ഇതേ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് dou f by dou y-യുടെ വാല്യൂ ഇവിടെ പെൻസിലിൽ എഴുതിയിട്ടുണ്ട്. മൈനസ് dou f by dou u ഇൻറ്റു -1, അല്ലെങ്കിൽ മൈനസ് ആദ്യം മൈനസ് dou f by dou u എന്ന് കിട്ടും. പ്ലസ് dou f by dou y എന്ന് കിട്ടും. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 കിട്ടുന്ന ഒന്നോടെ നോക്കാം. dou f by dou y ഈസ് ഈക്വൽ ടു മൈനസ് dou f by dou u, അല്ലെങ്കിൽ dou f by dou u ഇൻറ്റു -1 പ്ലസ് dou f by dou v എന്നാണ്. y ആണ് അവിടെ എഴുതിയിരിക്കുന്നത് പെൻസിലിന്, അത് v ആണ്. dou f by dou v സെക്കൻഡ് ടൈമിൽ നിന്ന് കിട്ടുന്നത് dou f by dou v ഇൻറ്റു dou v by dou y-യുടെ വാല്യൂ ആണ് ഇൻറ്റു 1. അപ്പോൾ അത് dou f by dou v എന്നാണ്. ഇക്വേഷൻ നമ്പർ 2. ഇതേ രീതിയിൽ അടുത്ത ഡെറിവേറ്റീവ് എടുക്കുക. dou f by dou z എടുക്കുക. അതും ഇതേ രീതിയിൽ ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് മൈനസ് dou f by dou v പ്ലസ് dou f by dou w എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ
3. അപ്പോൾ 3 പോസിറ്റീവ് ടൈമും 3 നെഗറ്റീവ് ടൈമുമാണ്. എല്ലാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ഈക്വൽ ടു 0 എന്ന ആൻസർ കിട്ടും. ഇതാണ് 75ാമത്തെ ക്വസ്റ്റ്യൻ. പറഞ്ഞ് പെട്ടെന്ന് തീർന്നെങ്കിലും എഴുതാനുണ്ട്. അപ്പോൾ ചെയിൻ റൂള് അപ്ലൈ ചെയ്യുക, അതിലേക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളൂ. അതിൽ ഡെറിവേറ്റീവ് കാര്യമായിട്ട് എടുക്കാനില്ല. എക്സ് മൈനസ് വൈയുടെയും വൈ മൈനസ് ഇസഡിൻ്റെയും ഇസഡ് മൈനസ് എക്സിൻ്റെയും ഒക്കെ ഡെറിവേറ്റീവ് എടുക്കാനേ ഉള്ളൂ. ബാക്കി എഫിൻ്റെ ഡെറിവേറ്റീവ് അതുപോലെ തന്നെ എഴുതുവാണ്. അപ്പോൾ അതുകൊണ്ട് വിഷമമൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാ ടൈമിലും ഒരു പോസിറ്റീവ് ടൈമും ഒരു നെഗറ്റീവ് ടൈമാണ് വരുന്നത്. ആഡ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ കൂടി 0 എന്ന് കിട്ടും. 76ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 76 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സപ്പോസ് ദാറ്റ് വി സബ്സ്റ്റിറ്റ്യൂട്ട് പോളാർ കോർഡിനേറ്റ്സ് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഇൻ എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. w ഈക്വൽ ടു w ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. വേറെ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അത്ര ഓർത്താൽ മതി. w ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ. ഈ കേസിൽ ഒരു 3 കാര്യങ്ങളൊക്കെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു എസ് എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വേണേൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഒന്നാമത് വേണ്ടത് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ കാണാനാണ്. ഡോ ഡബ്ല്യു ബൈ ഡോ ആറിൻ്റെ വാല്യൂ എഫ് എക്സ് കോസ് തീറ്റ പ്ലസ് എഫ് ഐ സൈൻ തീറ്റ എന്ന് ഷോ ചെയ്യാനാണ്. ഈ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതുക. രണ്ടാമതൊരു 1/r ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് സൈൻ തീറ്റ പ്ലസ് എഫ് ഐ കോസ് തീറ്റ എന്ന് ഷോ ചെയ്യാനാണ്. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റയുടെ വാല്യൂ കാണുമ്പോൾ കോമൺ ആയിട്ട് അങ്ങനെ സൈഡിൽ 6 വരുമായിരിക്കും. ആ 6 ഇപ്പുറത്തേക്ക് മാറ്റുമ്പോഴായിരിക്കും 1/r എന്ന് വരുന്നത്. ബാക്കിയുള്ളത് മൈനസ് എഫ് എക്സ് സൈൻ തീറ്റയും എഫ് ഐ കോസ് തീറ്റയും അത് ഷോ ചെയ്യാനാണ്. ഇനി അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് ഇക്വേഷൻ നമ്പർ 2ലും 3ലും. ഏതായാലും നമുക്ക് ആദ്യ ഭാഗം ചെയ്യാം. w ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അങ്ങനെയാണെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ കാണാനാണ്. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു ചെയിൻ റൂളാണ് ഉപയോഗിക്കേണ്ടത്. ചെയിൻ റൂൾ ഫോർ 2 വേരിയബിളേ ഉള്ളൂ. മൊത്തം 3 എണ്ണം വന്ന് 6 എണ്ണം വരില്ല. 2 എണ്ണം വന്നിട്ട് 4 ടേമുകളേ വരുള്ളൂ. ആ ടേമുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതും വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ചെയിൻ റൂൾ എഴുതിയാൽ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ. 2 വേരിയബിൾ വരുമ്പോൾ ചെയിൻ റൂൾ അതാണ്. ഇനി ഓരോ വാല്യൂ എഴുതിയാൽ മതി. ഡബ്ല്യു എന്താന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നാണ് പറഞ്ഞാൽ, അതുകൊണ്ട് ഡോ എക്സ് ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആറിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു കോസ് തീറ്റ എന്ന് മാത്രം വരും. അടുത്തത് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. വൈ ഈക്വൽ ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് സൈൻ തീറ്റ ഇൻറ്റു 1. അപ്പോൾ സൈൻ തീറ്റ എന്ന് മാത്രം വരും. അപ്പോൾ നമുക്ക് കിട്ടണത് ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് എക്സിൽ, അപ്പോൾ അതിന് ഡബ്ല്യു എക്സ് എന്നാണ് വിളിക്കുന്നത്. ഡബ്ല്യുവിൻ്റെ തന്നെ പേരാണ് എഫ്. നോക്കുക, തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുക. ഡബ്ല്യു ഈക്വൽ എഫ് ഓഫ് എക്സ് വൈ എന്നാണ് പറഞ്ഞാൽ ഡബ്ല്യു എന്നുള്ള പേര് തന്നെയാണ് എഫ് എന്നുള്ള പേരും. അപ്പോൾ ഡബ്ല്യു എക്സ് എന്ന് പറയുന്നതിന് പകരം എഫ് എക്സ് എന്ന് പറഞ്ഞാൽ മതി. എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് അതാണ് എഫ് എക്സ്. അത് തന്നെയാണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. അപ്പോൾ എഫ് എക്സ് കോസ് തീറ്റ പ്ലസ് എഫ് ഐ സൈൻ തീറ്റ എന്നുള്ള ഫസ്റ്റ് പാർട്ട് അങ്ങനെ കിട്ടി. അപ്പോൾ വെറുതെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടി. ഇതേ രീതിയിൽ തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ആണ്. ആറിലും തീറ്റയിലുമാണ് ഫംഗ്ഷൻ. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റയുടെ വാല്യൂ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ എന്നാണ്. ചെയിൻ റൂളിൻ്റെ കറക്റ്റ് ഫോർമുലയായി. ഇനി ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന് പകരം എഫ് എക്സ് എന്ന് എഴുതി പഴയ പോലെ തന്നെ. ഡോ എക്സ് ബൈ ഡോ തീറ്റ ആണ് കാണേണ്ടത്. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. അപ്പോൾ ആർ എന്നുള്ളത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോസ് തീറ്റയാണ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അതാണ് മൈനസ് ആർ സൈൻ തീറ്റ എന്ന് എഴുതി. പ്ലസ് സെക്കൻഡ് ടൈം എഫ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് ആർ കോസ് തീറ്റ.
അപ്പോൾ എഫ് എക്സ് ഇൻറ്റു മൈനസ് ആർ സൈൻ തീറ്റ പ്ലസ് എഫ് ഐ ഇൻറ്റു ആർ കോസ് തീറ്റ കിട്ടി. അപ്പോൾ ത്രൂ ഔട്ട് ഒരു ആർ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആറിനെ ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ 1/r ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു ആറ് മാറ്റി ബാക്കിയുള്ള ടൈം മൈനസ് എഫ് എക്സ് സൈൻ തീറ്റ പ്ലസ് എഫ് ഐ കോസ് തീറ്റ എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 2. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായി. സെക്കൻഡ് പാർട്ടിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. സോൾവ് ദി ഇക്വേഷൻ ഇൻ പാർട്ട് എ ആൻഡ് ബി ടു എക്സ് പ്ലസ് എഫ് എക്സ് ആൻഡ് എഫ് ഐ ഇൻ ടേംസ് ഓഫ് എന്ന് പറഞ്ഞാണ്. എഫ് എക്സും എഫ് ഐയും കാണാനാണ്. എഫ് എക്സും എഫ് ഐയും കാണാനായിട്ട് ഇക്വേഷൻ നമ്പർ 2നെയും 1നെയും സോൾവ് ചെയ്യാനാണ്. നമുക്ക് ഈ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ വന്നാൽ സോൾവ് ചെയ്യാൻ അറിയാം. ഇപ്പോൾ 2x പ്ലസ് 3y ഈക്വൽ ടു ഒരു 5, അതുപോലെ ഒരു എക്സ് മൈനസ് 7xോ 7yയോ ഈക്വൽ ടു ഒരു 12 അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സും വൈയും നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഈ കോഎഫിഷ്യൻറ്റുകൾ ഈക്വൽ ആക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ ആദ്യമേ എക്സ് കിട്ടും, പിന്നെ വൈ കിട്ടും. അങ്ങനെ തന്നെ ഇവിടെ ചെയ്യാം. നമുക്ക് കാണേണ്ടത് എഫ് എക്സും എഫ് ഐയും ആണ്. അപ്പോൾ സൈൻ തീറ്റയും കോസ് തീറ്റയാണ് മാറേണ്ടത്. അത് മാറാനായിട്ട് നോക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ നിൽക്കുന്നത് എഫ് എക്സ് കോസ് തീറ്റ എന്നാണ് ഫസ്റ്റ് നിൽക്കുന്നത്. രണ്ടാമത്തേൽ മൈനസ് എഫ് എക്സ് സൈൻ തീറ്റയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപോലെ ആക്കണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനെ ഒരു കോസ് തീറ്റ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷനെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഫസ്റ്റ് പാർട്ട് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട് എഫ് വൈയുടെ വാല്യൂ ആദ്യമേ കിട്ടും. ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് ഇക്വേഷനെ ആർ സൈൻ തീറ്റ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു കോസ് തീറ്റ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സൈൻ തീറ്റ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ആറോടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, എന്നാലേ ക്യാൻസൽ ആവുള്ളൂ. ഫസ്റ്റ് ഇക്വേഷനിലെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വെട്ടി പോയിട്ട് സൈൻ തീറ്റ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ആർ എന്ന് ലെഫ്റ്റിൽ വരും. എന്നോട് നോക്കാൻ പറഞ്ഞല്ലോ, അത് മാറ്റമുണ്ട്. ഇക്വേഷൻ നമ്പർ 1ൽ എഫ് എക്സ് കോസ് തീറ്റ എന്നും ഇക്വേഷൻ നമ്പർ 2ൽ ആർ അപ്പുറത്തേക്ക് മാറ്റിയിരുന്നു മൈനസ് എഫ് എക്സ് സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ ഒരുപോലെ ആക്കണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനെ സൈൻ തീറ്റ കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ കോസ് തീറ്റ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആർ ഓൾറെഡി നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു കോസ് തീറ്റ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് വരുന്നത് സൈൻ തീറ്റ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ആർ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1/r ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഈക്വൽ ടു എഫ് എക്സിൻ്റെ ഭാഗം ക്യാൻസലായിട്ട് എഫ് ഐ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും വരും, അത് 1 വരും. അപ്പോൾ എഫ് ഐയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടി. എഫ് ഐ ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് 1/r ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 3 കൊടുത്താൽ എഫ് ഐ കിട്ടി. അപ്പോൾ എഫ് എക്സ് ക്യാൻസൽ ചെയ്തിട്ട് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എഫ് ഐ ക്യാൻസൽ ചെയ്തിട്ട് എഫ് എക്സ് കിട്ടണം. അതിനായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇക്വേഷനെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് നമ്മളോട് മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ എഫ് എക്സിൽ 2 ടൈംസ് വരും. അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ ഇതുപോലെ തന്നെ കോസ് തീറ്റ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ എഫ് എക്സിൻ്റെ വാല്യൂ എഫ് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1/r ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ ആയി. ഇക്വേഷൻ നമ്പർ 2 2ഉം 3 1ഉം 2 നമ്മൾ ആദ്യം കൊടുത്തു. ഇത് 3 and 4 ആണ്. അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂം എഫ് ഐയുടെ വാല്യൂം കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതിൽ 2 പാർട്ട് കിട്ടി. മൂന്നാമത്തെ പാർട്ട് ഇതിൽ നിന്ന് തന്നെ ചെയ്യാനുള്ളതാണ്. എഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഐ ഹോൾ സ്ക്വയർ എടുത്താൽ മതി. വെറുതെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിക്വേർഡ് റിസൾട്ട് കിട്ടും. ചെയ്യേണ്ടത് എഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഐ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഹോൾ സ്ക്വയർ പ്ലസ് 1/r സ്ക്വയർ 1/r സ്ക്വയർ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും.
ബാക്കിയുള്ളത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പോലെ വന്നിട്ട് അതിൻ്റെ വാല്യൂ 1 കിട്ടുകോളും. അപ്പോൾ വെറുതെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഹോൾ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റയുടെ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 1/r സ്ക്വയർ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഹോൾ സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ മൂന്നാമത്തെ പാർട്ടുമായി. അത് നമ്മളിവിടെ ചെയ്തിട്ടില്ല. വെറുതെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഈ സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും ഒക്കെ ഉള്ള ഭാഗം 1 പോയാൽ ബാക്കിയുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും. എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും പോലെയൊക്കെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തേൽ 3 ടേമുണ്ട്, രണ്ടാമത്തേൽ 3 ടേമുണ്ട്. അതിൽ 2ab ടേമൊക്കെ ക്യാൻസലായി പോകും. ബാക്കിയുള്ളത് ചെയ്യുമ്പോഴാണ് ഈ ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാനുണ്ട്, ഒരു അരമണിക്കൂറെങ്കിലും ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 3 പാർട്ടോടെ ചെയ്താൽ അതിൻ്റെ മെത്തേഡ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. fx ഹോൾ സ്ക്വയർ പ്ലസ് fy ഹോൾ സ്ക്വയർ ഇക്വേഷൻ 2 കിട്ടിയിട്ടുണ്ട്, 3, 4. അതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോറിൽ വെച്ച് ആദ്യത്തെ ചെയ്യണം, എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോറിൽ വെച്ച് രണ്ടാമത്തും ചെയ്യണം. രണ്ടും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആൻസർ കിട്ടും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാർട്ട് തീരും. എങ്കിലും ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ ഒഴിവാക്കിയാണ് പോകുന്നത്. നമുക്കതിലേക്ക് തിരിച്ചു പോകാം. അടുത്ത ക്ലാസ്സിൽ ആ ഭാഗം എടുക്കാം. അസൈൻമെൻ്റായിട്ട് നിങ്ങൾ 77 മുതൽ ഉള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ഉണ്ടാവും. റിപ്പീറ്റ് ചെയ്ത് ഒരു തവണ ചെയ്താൽ മതി. അല്ലാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാം ചെയ്യുക. 124 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. മിക്കവാറും ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാവാം. അപ്പോൾ അതിൻ്റെ ഒരു റിവിഷൻ കൂടി ആയിക്കോളും. അപ്പോൾ ഇത് അസൈൻമെൻറ്റായിട്ട് ചെയ്യണം. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, മേടിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ. ഈ അസൈൻമെൻറ്റോടെ എഴുതി കഴിയുമ്പോൾ ഒരാഴ്ച സമയം തരാം. അതിനുശേഷം ഒരു ദിവസം നിങ്ങളെ കോളേജിലേക്ക് വിളിക്കാം. എല്ലാവരും വന്ന് അസൈൻമെൻറ്റ് കാണിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നേരത്തെ തന്നെ കോളേജിലെ റെഗുലർ ക്ലാസ്സിലേക്ക് വരും. തേർഡ് ഇയറും PGയും അടുത്ത തിങ്കളാഴ്ച മുതൽ റെഗുലർ ക്ലാസ്സിലേക്ക് വരികയാണ്. നിങ്ങളും തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ അസൈൻമെൻറ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് കാര്യമായ ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. എ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കാവുന്നത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് അതിനുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.